Hello friends, welcome to the next video. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോട്ട് ഡാറ്റിനകത്ത് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കോഡ് നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെയിൻ ഡോട്ട് ഡാറ്റ് എന്ന് പറയുന്ന ഫയലിനകത്ത് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വെച്ചിട്ട് കോൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള മീൻസ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ്, കോഡിങ്ങിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയിൻ ഡോട്ട് ഡാറ്റിനകത്ത് നമുക്കറിയാം മെയിൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ന് ഞാൻ പറഞ്ഞു ഡാറ്റിനകത്ത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ നമ്മളിപ്പോൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എറർ മാത്രമേ വരത്തുള്ളൂ. കാരണം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു എക്സ് മാർക്ക് വന്നിട്ടുണ്ട്. മീൻസ് ഇവിടെ ഇപ്പോൾ ഇത് റൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസിബിളായിട്ടുള്ള രീതിയിലല്ല ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡാറ്റ് പാഡ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഡാറ്റ് പാഡ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു പ്രോഗ്രാമും അതിൻ്റെ സൈഡിൽ കൺസോളും ഒരു ഡോക്യുമെൻറ്റേഷൻ ഏരിയയും കാണാൻ പറ്റും. ഇത് നമുക്ക് ഡാർട്ട് പഠിക്കാനായിട്ട്, അതായത് നമ്മുടെ ഫ്ലട്ടർ ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഡാർട്ട് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഡാർട്ട് പഠിക്കാനായിട്ടും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡാർട്ട് പാഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ ഹലോ 1, ഹലോ 2, ഹലോ 3, ഹലോ 4, ഹലോ 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനിൽ നിന്നിട്ടാണ് അത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന കോഡ് മൊത്തത്തിൽ റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒന്നുമില്ല, ഇനി എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. റൺ ചെയ്യാനായിട്ടും അവിടെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഞാനൊരു റീസെറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ കോഡും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഡിനെ പലതവണ എഴുതുന്നതിന് പകരം ഒരു തവണ എഴുതി വെച്ച് അതിനെ പല തവണത്തേക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് കോഡിന് കൂടുതലായിട്ട് റീയൂസബിലിറ്റി പറ്റും. അതേപോലെ തന്നെ കോഡ് കുറച്ചുകൂടെ മോഡുലാറാവും, നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും ഓരോരോ ഫംഗ്ഷനായിട്ട് എഴുതുമ്പോൾ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് കളഞ്ഞു. നമുക്ക് ഒരു ഫംഗ്ഷനകത്ത് ഒരു പ്രത്യേക കാര്യം ചെയ്യണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1+2 എന്ന ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് 3 എന്ന് കിട്ടുമെന്നറിയാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ആഡ് ചെയ്യത്തക്ക രീതിയിൽ, ഇപ്പം 5+7 കൊടുത്തു കഴിഞ്ഞാലും 11+13 കൊടുത്തു കഴിഞ്ഞാലും ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ തവണയും നമ്മൾ എഴുതി കൂട്ടുന്നതിന് പകരം നമ്മളൊരു തവണ ജനറലായിട്ട് ഈ ഒരു കാര്യത്തെ എഴുതി വയ്ക്കും. എഴുതി വെച്ചിട്ട് ഈ നമ്പേഴ്സിനെ മാത്രം ഇൻപുട്ടായിട്ട് അകത്തേക്ക് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ നിന്ന് ഈൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വോയിഡ് മെയിൻ എന്നാണ് ടൈപ്പ് ചെയ്ത് വെച്ചത്. വോയിഡ് മെയിൻ, അത് കഴിഞ്ഞിട്ട് ഒരു പാരാന്തസിസ്, അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റ്. ഇതാണ് നമ്മുടെ സാധാരണ ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വോയിഡ് മെയിൻ, ഒരു പാരാന്തസിസ്, അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റ്. ഈ വോയിഡ് എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിമാണ്. നമുക്കിവിടെ എന്ത് നെയിം ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ആഡ് എന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫംഗ്ഷൻ്റെ നെയിം അവിടെ ആഡായി. ഓക്കെ, അതിനുശേഷം ഈ ഒരു പാരാന്തസിസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാക്കറ്റ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ ഒരു ഫംഗ്ഷനായിട്ട് അറിയാൻ പറ്റുക. ഓക്കെ, ഒരു പേരെഴുതി അതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഒരു ഫംഗ്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കർലി ബ്രാക്കറ്റ്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ബോഡി നമ്മളവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിനകത്ത് ആഡ് പാരാന്തസിസ് ദെൻ എന്ത് ചെയ്യുന്നു, ഒരു കർലി ബ്രാക്കറ്റും കൊടുക്കുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വോയിഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. വോയിഡ് എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ ചോദിക്കുന്നത്. അതായത് എന്താണ് ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ്. നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ലി ടൈപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു ടൈപ്പ് വേണം. ഇപ്പോൾ ഞാൻ ഇവിടെ 1 എന്നൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു ഇൻറ്റിജറാണ്. അതേസമയം ഞാനിവിടെ അഭയ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആണ്. അതേസമയം ഞാനിവിടെ 3.4 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു
ഡബിളാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം ഓരോരോ ടൈപ്പുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഓരോരോ ടൈപ്പുകളായിട്ടാണ് നമ്മുടെ കോഡ് മനസ്സിലാക്കുന്നത് നമ്മുടെ കമ്പൈലർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വോയിഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റ് കൊടുക്കാം. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റ് ആഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇതിന് റിട്ടേൺ ആയിട്ട് വരുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ബോഡിയിലൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ എറർ വന്നിരിക്കുന്നത്. അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനിവിടെ ആഡിനകത്ത് നമ്മുടെ ഈ 2 ബ്രാക്കറ്റ് ഉണ്ടല്ലേ, അതായത് നമ്മുടെ കർലി ബ്രാക്കറ്റിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന ഈ ബ്രാക്കറ്റിനകത്ത് ഞാനിവിടെ N1 എന്നും N2 എന്നും കൊടുക്കുകയാണ്. ഓക്കെ, N1 എന്നും N2 എന്നും കൊടുക്കുകയാണ്. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1ഉം N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 2. നമുക്ക് ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സിനെയാണ് ഞാനവിടെ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് N1ഉം N2ഉം ആയിട്ട് ഞാനവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന സാധനങ്ങളെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ആഡ് എന്ന് എഴുതിയിരിക്കുന്നു, അതിനകത്ത് ഒരു ബ്രാക്കറ്റ് ഇട്ടു, ആ ബ്രാക്കറ്റിനകത്ത് വരുന്നതിനെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 2 നമ്പർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് N1 + N2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് അവിടെ ആഡ് ആവും. പക്ഷേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1 + N2 എന്ന് ആഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടല്ല, അതിന് പകരം വേറെ വാല്യൂസാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ വാല്യൂസിന് വെച്ചിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട്, അതായത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ് N1 + N2. N1 + N2 ആയിട്ട് ഇരുന്നത് കൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. ഞാനിപ്പോൾ N1 പകരം 5ഉം N2 പകരം 6ഉം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് യൂസ് ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ ജനറലി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാരാമീറ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ഈ ഒരു എറർ കാണിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ റിട്ടേൺ N1 + N2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എറർ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു റിട്ടേൺ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് അതവിടെ നിന്ന് മാറിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല, കാരണം നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ മുമ്പത്തെ ഫംഗ്ഷൻ void main കോൾ ചെയ്തു. ഓക്കെ, void main കോൾ ചെയ്തിട്ട് void main ആണെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഡാറ്റിനകത്തും void main ആണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇതിനകത്ത് എന്തെഴുതുന്നോ അതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇവിടെ തൊട്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക്കായിട്ട് ഞാൻ വീണ്ടും ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണേ, ആഡ്. ഞാൻ N1ഉം N2 അല്ലേ കൊടുത്തത്, ഞാനിവിടെ num1ഉം num2ഉം കൊടുത്തു. ഓക്കെ, num1ഉം num2ഉം കൊടുത്തു. ഇനി ഇതിൻ്റെ ബോഡിക്കകത്ത് ഞാൻ പറയുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം എനിക്ക് num1 + num2 കിട്ടണം. ഈ ഒരു ഫംഗ്ഷൻ എപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ num1 + num2 അവിടെ പ്രോസസ്സ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിനി ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു void main-നകത്ത് വന്നിട്ട് ആഡ് ഓഫ് എനിക്കതിനകത്ത് 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ എന്ത് കിട്ടും, ആ ഒരു വാല്യൂ കിട്ടും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. കാരണം റൺ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിതിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിനൊരു പ്രിൻറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്തു. ഓക്കെ, ഇനി പ്രിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻറ്റും എന്താണ്, ഒരു ഫംഗ്ഷൻ തന്നെയാണ്. പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് നമുക്കതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, പ്രിൻ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആൾക്കാർ തന്നെ അതിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനി റൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോളിൽ നമുക്ക് വാല്യൂ 3 എന്ന് കിട്ടി. കണ്ടില്ലേ, ഞാനവിടെ 1 + 2 അല്ല 1, 2 ആണ് കൊടുത്തിരുന്നത്, അതുകൊണ്ട് 3 എന്ന് കിട്ടി. ഞാനിനി ഇവിടെ വാല്യൂ മാറ്റി 7,9 എന്ന് കൊടുത്തു. ഓക്കെ, 16 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ഞാൻ ചെയ്തത് എന്താണ്, ഒരു ഫംഗ്ഷൻ എഴുതി എന്നിട്ട് അതിനെ മെയിൻ ഫംഗ്ഷനകത്ത് കൊണ്ട് വന്നതിന് ശേഷം അതിനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ
ഇതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ഫംഗ്ഷൻ്റെ പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയിം കൊടുക്കുന്നത്. ഇപ്പോൾ വോയിഡ് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ നെയിംസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. ഇപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സബ്ട്രാക്ട് 2 നമ്പേഴ്സാണെന്ന് വെച്ചാൽ അപ്പോൾ സബ്ട്രാക്ട് എന്ന് വേണം നമ്മൾ നെയിം കൊടുക്കാനായിട്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യരുത് ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി എനിക്ക് 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 വേർഡുകൾ ചേർന്ന് വരുന്നതാണെന്ന് വയ്ക്കുക. അപ്പം സബ്ട്രാക്ട് നമ്പേഴ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം കൊടുക്കാൻ. ആദ്യത്തെ വേർഡ് കഴിഞ്ഞ് രണ്ടാമത്തെ വേർഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. ഇതിനെ നമ്മൾ ക്യാമൽ കേസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു ക്യാമൽ കേസിൽ വേണം നമ്മൾ പേരുകൾ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഈ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമുക്ക് ഫംഗ്ഷനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടല്ലോ, അതിനെ നമ്മളൊരു കൺസ്ട്രക്ടർ എന്ന രീതിയിലേക്കും അതേപോലെ തന്നെ ക്ലാസ് എന്താണെന്നുള്ളതുമായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.